ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രാർത്ഥന, ഏകാന്തമായ ശാന്തമായ പ്രാർത്ഥന ദൈവത്തെ കേൾക്കലാണ്. അതിന് വലിയ ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുന്ന മക്കളായി നമുക്ക് എങ്ങനെ മാറാമെന്ന് ഇന്നത്തെ വചനത്തിലൂടെ നമുക്കായി പങ്കുവയ്ക്കുന്നു ലിസി കെ ഫെർണാണ്ടസ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കാലഘട്ടത്തിനനുസരിച്ച് സുവിശേഷം പ്രഘോഷിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ലോകത്തിലെ എല്ലാ വചനപ്രഘോഷകരും ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. യേശു അന്ന് ശിഷ്യന്മാരെ നോക്കി അത്തിമരങ്ങളെയും സക്കേവുസിനെയും മഗ്ദലന മറിയത്തെയും ഒക്കെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് വേണ്ടി സംസാരിച്ച ക്രിസ്തുവാണ്. ഓരോ കാര്യത്തിലും ഉപമയിലൂടെ സംസാരിച്ച് അന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ച ക്രിസ്തുവാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം, അഥവാ ക്രിസ്തു ഉദ്ദേശിച്ച പ്രാർത്ഥന എന്താണ്, പ്രവാചകന്മാരെങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നത് എന്നെല്ലാമാണ്. കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഒത്തിരി വന്നുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വന്ന ചില ക്ലിപ്പുകൾ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു വിഷയം തന്നെ ഇവിടെ അവതരിപ്പിക്കാൻ എടുത്തത്. വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ചില ക്ലിപ്പുകൾ, പ്രത്യേകിച്ച് ജപമാല സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്ന അമ്മയും അപ്പനെയും മക്കളെയൊക്കെ കാണിക്കുന്ന പല ക്ലിപ്പുകൾ ഞാൻ ഈയിടെ കാണുകയുണ്ടായി. അതിനകത്ത് അവർ നല്ല പോസിറ്റീവായ ഉദ്ദേശത്തോടുകൂടി ഇങ്ങനെ ആകരുതെന്ന് പറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത്. എന്നാലും ഒരുപക്ഷെ യുവജനങ്ങളൊക്കെ ചിരിക്കാൻ പരുവത്തിന് അവർ ഇട്ടേക്കുകയാണ്. ജപമാല ചെല്ലുന്നു, ഒരമ്മ മുട്ട നിൽക്കുന്നു, തൊട്ട് പുറകിൽ ഒരു പെങ്കൊച്ച്, അപ്പുറത്തൊരാങ്കൊച്ച്, അപ്പനൊരു രഹസ്യത്തിൻ്റെ പകുതിയായപ്പോൾ തുടങ്ങി കൂർക്കം വലിച്ച് ഉറങ്ങാൻ തുടങ്ങുന്നു. അമ്മ ജപമാല ചെല്ലിക്കൊണ്ടിരിക്കുന്നു. മകൾ ഇടയ്ക്ക് ഫോൺ നോക്കുന്നു, ഇടയ്ക്ക് മാറ്റി വെക്കുന്നു, ഇടയ്ക്ക് ഫോൺ നോക്കുന്നു. മോന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ശ്രദ്ധേയമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വീടിനെ കാണിക്കുന്ന ഒരു ക്ലിപ്പാണ് ഞാൻ ഓർക്കുക. ഇത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പിക്ചറിൽ നിന്ന് മാറുകയാണ്. അമ്മ വളരെ സ്പീഡിൽ ക്ലോക്കെ നോക്കുന്നു. ഓരോ നന്മ നിറഞ്ഞ പറയുകയും ചെല്ലുന്നു, നമുക്ക് തിരിയാത്ത രീതിയിൽ ചെല്ലുന്നു. കാരണം കറക്റ്റ് 7:30 ആയപ്പോഴത്തേനും എല്ലാം ക്ലോസ്. എല്ലാവരും ഓരോരുത്തർ തുടങ്ങി. ഒരാൾ ഫോണിലായിരുന്നു. എങ്ങനെയൊക്കെ തീർത്തിട്ട് ലുത്തിനെ ചെല്ലുന്ന അടുത്ത ദിവസം ചെല്ലാമെന്ന് പറഞ്ഞ് ഓടുന്ന ഒരമ്മ. സീരിയൽ ടൈമാണെന്ന് പറഞ്ഞു. പ്രാർത്ഥനയ്ക്ക് വലിയ സ്വാധീനം ചെലുത്താൻ പറ്റാത്ത പല കുടുംബങ്ങളെയും ഒരു തമാശൻ്റെ രൂപത്തിൽ കാണിച്ചു തന്നൊരു ക്ലിപ്പാണ് ഞാൻ ഓർക്കുക. പണ്ട് നമ്മുടെ ഏകദേശം ഒരു 25 വർഷത്തിന് പുറകോട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം, നമ്മുടെ എല്ലാവരുടെയും ചെറുപ്പത്തിൽ നമ്മുടെ മാതാപിതാക്കന്മാർ, ഇപ്പോൾ ഈ ശാലോം ടി വിയിലൂടെ ഈ പ്രോഗ്രാം കേൾക്കുന്നതിൽ നല്ലൊരു ശതമാനം അപ്പനും അമ്മയും ഒക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കാലം, അല്ലെങ്കിൽ എൻ്റെ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും കാലം, കുറഞ്ഞ പക്ഷം 25 വർഷം മുമ്പ് പോലും വളരെ അവർക്കൊത്തിരിയേറെ കാര്യങ്ങളൊന്നും അവർക്കറിയില്ലായിരുന്നു. സഭാ പഠനങ്ങളും ഒത്തിരി അറിയില്ല. പക്ഷേ എന്നാൽ അവരെല്ലാവരും നമ്മളെല്ലാം കണ്ടു വളർന്നതുപോലും സന്ധ്യയായി സന്ധ്യമണി ദേവാലയത്തിൽ നിന്നൊരു മണി കേട്ടത് ശരിയാണെങ്കിൽ കുടുംബം മുഴുവൻ ഒന്നിച്ച് ചേർന്ന് നിരന്ന് മാതാവിൻ്റെ മുന്നിൽ ജപമാലയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കും. എന്താണ് പുതിയ ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ പറ്റിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിൻ്റെ വ്യഗ്രതയ്ക്കിടയ്ക്കകത്തേക്ക് നമ്മൾ ഇറങ്ങിപ്പോവുകയും
പ്രാർത്ഥന ഒരു ചടങ്ങായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ജപമാല എത്തിച്ചാൽ മതി. അതും പലർക്കും പറ്റുന്നില്ല കുടുംബത്തിൽ. എന്നാൽ തീർച്ചയായിട്ടും രാത്രിയിലേക്ക് മനുഷ്യൻ ഉറങ്ങാൻ വേണ്ടി വിശ്രമത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആ പ്രപഞ്ചത്തിൻ്റെ സർവ്വ ചരാചരങ്ങളും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ്. ഒരു പ്രഭാതത്തിൽ പക്ഷികളെല്ലാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉണരുന്നത് പോലെ രാത്രിയിൽ സർവ്വ ജീവജാലങ്ങളും ഉറങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ദൈവത്തോട് അന്നത്തെ ദിവസത്തിന് ദൈവം കരുതിയ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രപഞ്ചം മുഴുവൻ ഉറങ്ങുക. കാരണം പ്രപഞ്ചം മുഴുവൻ ക്രിസ്തുവിൻ്റെ മുഖത്തിനാൽ അനാവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സത്യം മനസ്സിലാക്കിയിട്ട് മനുഷ്യൻ അന്നത്തെ ദിവസത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മ തന്നെ മനുഷ്യരിൽ നിന്ന് കടന്നു പോവുകയാണ്. രാത്രി പകലും പകൽ രാത്രിയുമാക്കുന്ന മനുഷ്യരെയാണ് നമ്മളിപ്പോൾ കാണുക. ഒരുപക്ഷെ നല്ലൊരു ശതമാനം മറ്റ് രാജ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് പോകുമ്പോൾ നമുക്കറിയാം നേരം 3 മണിക്കും 2 മണിക്കുമൊക്കെയാണ് ഭക്ഷണം കഴിക്കാൻ തന്നെ ആൾക്കാർ ആലോചിക്കുന്നത് തന്നെ. ഇപ്പോൾ രാത്രി എവിടെയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. ഇങ്ങനെ ഒരു സംവിധാനത്തിൽ സുവിശേഷത്തിൽ അഥവാ ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ പ്രാർത്ഥനയ്ക്ക് എന്ത് പ്രാധാന്യമാണ് കൊടുത്തതെന്ന് നമ്മൾ ഈ നിമിഷങ്ങളിൽ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പോവുകയാണ്. പഴയ നിയമത്തിൽ നിങ്ങൾക്കറിയാം പ്രാർത്ഥനയുടെ ഒരു വക്താവായിട്ട് തന്നെ നമ്മളെ കാണിച്ചു തരുന്ന മോശേനെയാണ്. ഇസ്രായേൽ ജനത്തിന് വേണ്ടി കമിഴ്ന്നു വീണും കരഞ്ഞും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകനെ നമ്മളവിടെ കാണുന്നുണ്ട്. ഓരോ സമയത്തും ഇവർ കാണിക്കുന്ന തിന്മയ്ക്ക് ദൈവം ശിക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അവർക്ക് വേണ്ടി കമിഴ്ന്നു വീഴുന്ന ഒരു മോശ. പിന്നീട് നമുക്കറിയാം ഓരോ പ്രവാചകന്മാരും പ്രാർത്ഥനയുടെ പ്രവാചകന്മാർ തന്നെയാണ്. സോളമൻ നമുക്ക് പ്രത്യേകിച്ച് 2 ദിനവൃത്താന്തം അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് 2 ദിനവൃത്താന്തം 6-ന്റെ അകത്ത് സോളമൻ്റെ ഒരു പ്രാർത്ഥന കാണിക്കുന്നുണ്ട്. സോളമൻ ദേവാലയം പണിയുകയും ദേവാലയത്തിൻ്റെ വെഞ്ചിരിപ്പ് നമ്മൾ പറയുന്ന പോലെ അതിനുവേണ്ടി ഒരുങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ സോളമൻ കരങ്ങൾ ഉയർത്തി മുട്ടുകുത്തി നിന്ന് കരങ്ങൾ വിരിച്ചു പിടിച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ ഈ മണ്ണിലേക്ക് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന സർവരെയും അനുഗ്രഹിക്കണമേ. അവർ വിജാതീയർ ഈ ദേവാലയത്തെപ്പറ്റി കേട്ടറിഞ്ഞുകൊണ്ട് ഇവിടേക്ക് വന്നാൽ അവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സോളമൻ്റെ കരങ്ങളിൽ പിടിച്ചു യാചനാപൂർവ്വം പിടിച്ചുകൊണ്ട് ഒരു വലിയ പ്രാർത്ഥന നിങ്ങൾക്ക് ആ 2 ദിനവൃത്താന്തം 6-ാം അധ്യായത്തിൻ്റെ അകത്ത് ഉടനീളം കാണാൻ പറ്റും. അത് കഴിഞ്ഞ് 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്ക് തുടങ്ങുന്നത് തന്നെ സോളമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഈ ബലിവസ്തുക്കളെയെല്ലാം ദഹിപ്പിച്ചു കളഞ്ഞു. സോളമൻ്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി. നമുക്ക് വായിച്ചു നോക്കാം 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഈ ബലിവസ്തുക്കളെല്ലാം ദഹിപ്പിച്ചു കളഞ്ഞു. കാരണം ഈ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങുന്നതിന് വേണ്ടിയല്ല സോളമൻ പ്രാർത്ഥിച്ചതെങ്കിലും ഈ ദേവാലയത്തിൻ്റെ ആ ദൈവ സാന്നിധ്യത്തെ, ദേവാലയത്തിൽ ബലിക്കായി നൽകിയിരിക്കുന്ന സർവ്വതിനെയും സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സർവ്വ മനുഷ്യരിലേക്കും ലോക ചരിത്രമുള്ളിടത്തോളം കാലം തെളിയിക്കുന്നതിന് വേണ്ടി ആ സോളമൻ്റെ പ്രാർത്ഥന കേട്ട ദൈവത്തെയാണ് നമ്മൾ കാണുക. ഇനി നമുക്കറിയാം 1 രാജാക്കന്മാരിലെ ഒരു ഏലിയ പ്രവാചകനെ നമുക്ക് പരിചയപ്പെടുന്നുണ്ട്. 18-ാം അധ്യായം തുടങ്ങി 17-ാം അധ്യായം തുടങ്ങി ഏലിയ പ്രവാചകനാണ്. 17, 18, 19 പ്രവാചകൻ ജസബേൽ രാജ്ഞിയോടും ആഹാബ് രാജാവിനോടുമുള്ള അവരുടെ ബാലിനോടുള്ള സേവനത്തിന് എതിരായിട്ട് ഈ ഭൂമിയിൽ മഴ പെയ്യരുതെന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ 3.5 വർഷം മഴ പെയ്തില്ലെന്ന് നമുക്കറിയാം. ബൈബിളിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ബാലിൻ്റെ സേവകരെ എല്ലാം കൊന്നു കളഞ്ഞു കഴിഞ്ഞ് ദൈവത്തോട് ചേർന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുക കാർമൽ മലയിൽ. കാലിൻ്റെ ഇടയിലേക്ക് മുട്ടിൻ്റെ ഇടയിലേക്ക് തലയെ താഴ്ത്തി വെച്ച് അത്രയേറെ ശരീരത്തെ എളിമപ്പെടുത്തി ത്യാഗത്തോടെ പ്രവാചകൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ സേവകരോട് പറയുകയാണ്, നിങ്ങൾ നോക്കൂ, കാർമേഘം ആകാശത്ത് വരുന്നുണ്ടോ. 7-ാം പ്രാവശ്യം കാർമേഘം വരികയും മഴ പെയ്യുകയും ചെയ്യുന്ന വലിയൊരു അനുഭവം നിങ്ങൾക്ക് ആ അധ്യായങ്ങളിലെല്ലാം കാണാൻ പറ്റും. ഇങ്ങനെ പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ദൈവസന്നിധിയിൽ ജനങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ ത്യാഗത്തോടെ, എസെക്കിയേൽ പ്രവാചകനൊക്കെ ആണെങ്കിൽ ദൈവം പറയുന്നത് മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ്, ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എന്നിട്ടും ഇതെല്ലാം അതേപടി അനുസരിച്ചുകൊണ്ട് ദൈവജനത്തിനും ദൈവത്തിനും ഇടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രവാചക ദൗത്യമുള്ളവർ, അപ്പസ്തോല ശുശ്രൂഷ ചെയ്യുന്നവർ, പ്രത്യേകിച്ച് വൈദികരും മെത്രാന്മാരും എല്ലാം സഭയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ ഓരോ വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നമ്മൾ ദൈവത്താൽ സെലക്ട് ചെയ്യപ്പെട്ട വ്യക്തികളായതുകൊണ്ട് തന്നെ നമ്മളും കരങ്ങൾ വിരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തിന് മുഴുവൻ കരുണ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. മാനസാന്തരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ഒരു പരിധി വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ചെന്നാലും അല്ലെങ്കിൽ ഏതെങ്കിലും കൺവെൻഷൻ സെൻറ്ററിലേക്ക് ചെന്നാലും എല്ലാം എൻ്റെ രോഗവും എൻ്റെ മക്കളുടെ സുരക്ഷിതത്വവും ജോലി സാധ്യതകളും ഭവനം പണിയും തന്നെയായിട്ട് മാറുകയാണ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ പ്രവാചകന്മാരോ അപ്പസ്തോലന്മാരോ ആരും അവരുടെ ആവശ്യങ്ങൾക്കോ രോഗശാന്തിക്കോ വേണ്ടി അല്ല പ്രാർത്ഥിച്ചതെന്നും കൂടെ നമ്മൾ എടുത്തു പറയണം. നമ്മുടെ ആവശ്യങ്ങൾ
പ്രാർത്ഥിക്കണ്ട എന്നല്ല, എന്നാൽ അത് മാത്രമായി ചുരുങ്ങരുത്. അതിലേക്ക് തന്നെ ഒതുങ്ങുന്ന ഒരു സ്വാർത്ഥപരമായ ജീവിതവും പ്രാർത്ഥനയും ആകരുത് നമ്മുടേത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമാണ്. ആ സ്വർഗത്തിലേക്ക് നമ്മൾ അനേകരെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ദൈവം സെലക്ട് ചെയ്ത ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഒരു പക്ഷേ അതിവലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു വ്യക്തിത്വത്തെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ആ വ്യക്തിക്കായിരിക്കണം അന്നത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും വലിയ പ്രയോറിറ്റി. അന്നത്തെ വിശുദ്ധ കുർബാനയിൽ ആ വ്യക്തിക്ക് വേണ്ടിയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുക. അത് ചിലപ്പോൾ നമ്മളെ ഫോൺ വിളിച്ചൊരു ഒരു കുടുംബം പറയുമായിരിക്കും, ഞങ്ങൾ വലിയ കടബാധ്യതയിലേക്ക് പോയി, ഞങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു, ജീവിക്കാൻ നിവൃത്തിയില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെക്കാളൊക്കെ ഉപരി ഈ വ്യക്തിക്ക് വേണ്ടി നമ്മൾ കൈവിരിച്ച് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അതിന് ഉള്ള ഒരു മനസ്സ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഓരോ പ്രാർത്ഥനയും കൺവെൻഷനും ധ്യാനമെല്ലാം കഴിയുമ്പോൾ പരിസയ മനോഭാവത്തിലേക്ക് എൻ്റെ കൃത്യമായി ഞാൻ ദശാംശം കൊടുക്കും, ഞാൻ ഉപവസിക്കും, ഞാൻ കൃത്യമായിട്ട് ഒരു ദിവസം പോലും കുർബാന മുടക്കില്ല, ഞാൻ എല്ലാ വർഷവും കൺവെൻഷൻ കൂടും, എല്ലാ മാസവും ധ്യാനം കൂടും എന്ന് പറഞ്ഞ് പരിസയൻ്റെ മനോഭാവത്തിൽ പോകുന്നതിനപ്പുറം അതിനപ്പുറത്തേക്ക് കടന്ന് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം അറിഞ്ഞിട്ട് അതിനുവേണ്ടി ശാന്തതയോടെ യേശു യഹൂദന്മാരെ നോക്കി പറഞ്ഞ ഏറ്റവും വലിയൊരു വാക്കിതാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മത്തായി 6:6 കതകടച്ച് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവിൻ. അത് അക്ഷരാർത്ഥത്തിൽ കഥകടയ്ക്കുന്നതിനേക്കാൾ ഉപരി യഹൂദരുടെ അവിടം വരെയുള്ള പ്രാർത്ഥനയെ വിമർശിച്ചുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്. അവർക്ക് ശാന്തതയിൽ സമാധാനത്തിൽ ഒറ്റയ്ക്കിരുന്ന് പിതാവിൻ്റെ സ്വരം കേൾക്കുന്ന പ്രാർത്ഥനയല്ല അവരുടെ പ്രാർത്ഥന. അവരുടെ പ്രാർത്ഥന എവിടെയെങ്കിലും തെരുവീതികൾ വന്നു കഴിയുമ്പോൾ ഭയങ്കര ഞാൻ ഇന്നത് ചെയ്തു, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഞാൻ നീതിമാനാണെന്ന് അറിയിക്കാനുള്ള പരിസയ മനോഭാവം. ഇന്ന് ഒരു പക്ഷേ അത് നമ്മളിലും കൂടി വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം നമ്മൾ കുറച്ച് നീതിമാന്മാരാണെന്ന് നമുക്ക് തന്നെയൊക്കെ തോന്നുന്നുണ്ട്. കുറച്ച് ധ്യാനമൊക്കെ കൂടി പ്രാർത്ഥനയൊക്കെ കൂടി നമ്മൾ കുറച്ച് നന്മയൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ കുറച്ച് നീതിമാന്മാരാണ് എന്നൊരു ചിന്തയോടുകൂടി അതിനെ പ്രഘോഷിക്കുന്നതിന് പകരം അതിനേക്കാളൊക്കെ ഉപരിയായി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്വരമായ കരുണയുടെ സ്വരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന പ്രാർത്ഥനകളുടെ ആത്മീയ ഉണർവ്, ആത്മീയ ആഘോഷം നമ്മുടെ ഇടയിൽ ഉണ്ടോ പ്രാർത്ഥനയിൽ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. നമുക്ക് ലൂക്കാസ് സുവിശേഷകൻ ക്രിസ്തുവിനെ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിട്ടാണ് കാണിക്കുന്നത്, ഒരു മനുഷ്യനായ പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വം. കാരണം ജ്ഞാനസ്നാന സമയം തുടങ്ങി കുരിശിൽ പിടഞ്ഞ് അവസാനം മരിക്കുന്ന നിമിഷം വരെ ക്രിസ്തു പോയ വഴി മുഴുവൻ ലൂക്കാസ് ലീഗ കാണിച്ചു തരുന്നത് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിട്ടാണ്. ഒന്നാമത് കാണിക്കുക 3-ാം അധ്യായത്തിലാണ്. നമുക്കറിയാം ജ്ഞാനസ്നാന സമയം അവിടെ നമുക്ക് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? യേശുവിൻ്റെ ജ്ഞാനസ്നാനം നടക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഇറങ്ങി വരികയും ദൈവത്തിൻ്റെ സ്വരം ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നുള്ള ശബ്ദം കേൾക്കുകയും ചെയ്തു. അവിടെ തുടങ്ങുകയാണ് ലൂക്ക യേശുവിൻ്റെ പ്രാർത്ഥനയെ. മരുഭൂമിയിലേക്ക് പോകുമ്പോഴും യേശു പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പോയത്. പരീക്ഷണങ്ങളെ ജയിച്ചതും യേശുവിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്. പിന്നീട് നമുക്കറിയാം 9-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ വിശക്കുന്നവൻ്റെ വിശപ്പിനെ കണ്ട് ക്രിസ്തു അപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് വലിയ അത്ഭുതങ്ങളുടെ ഇടയ്ക്ക് നിന്ന് ക്രിസ്തു സമാധാനത്തിൽ മലയിലേക്ക് പോയി ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന അനുഭവത്തെ ഈ ലൂക്കാസ് ലീഗ കൃത്യമായിട്ട് വിവരിച്ച് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം ആഘോഷങ്ങൾക്ക് അകത്തുനിന്നും വലിയ ജനക്കൂട്ടത്തിൻ്റെ ആരവത്തിൽ നിന്നെല്ലാം മാറി ശാന്തതയിലിരിക്കുന്ന ക്രിസ്തുവിനെ യേശു പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ച മല ഒലിവുമലയാണെന്ന് പലയിടത്തും ലൂക്കാസ് സുവിശേഷൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആ ഭാഗം മുഴുവൻ വായിച്ചു നോക്കൂ. എല്ലാ അധ്യായത്തിൻ്റെ അകത്തും യേശുവിൻ്റെ ഒരു പ്രാർത്ഥനയെ ലൂക്കാസ് ലീഗ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ അപ്പസ്തോല ദൗത്യത്തെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥിച്ചു എന്നാണ് പല അധ്യായത്തിൻ്റെ ഹെഡിങ് തന്നെ. കാരണം ഞാൻ മാതൃക കാണിക്കുന്നു, നിങ്ങൾ അത് അനുകരിക്കുമെന്നാണ് ക്രിസ്തു പറഞ്ഞത്. അപ്പോൾ എന്തെല്ലാം ധ്യാനപ്രസംഗങ്ങളാണെങ്കിലും, എന്തെല്ലാം അത്ഭുതങ്ങളുടെ ഇടയിലാണെങ്കിലും, എന്തെല്ലാം ആഘോഷങ്ങളുടെ ഇടയിലാണെങ്കിലും, ഇപ്പം തന്നെ നമ്മൾ ഓർക്കും നമ്മുടെ വീട്ടിലൊരു വലിയ ആഘോഷം നടന്നാൽ പ്രാർത്ഥനയ്ക്ക് എവിടെയാണ് സ്ഥാനം? ഒരു കൊച്ചിൻ്റെ മാമോദീസ നടന്നാൽ പോലും പ്രാർത്ഥനയേക്കാൾ സ്ഥാനം അവിടെ വലിയ ആഘോഷങ്ങൾക്കാണ്. ഫോട്ടോഗ്രാഫറും അതുപോലെ തന്നെ ഒരു ക്യാമറ സംവിധാനങ്ങളും തലേദിവസം ഒരു ഗാനമേളയും മദ്യ പാർട്ടിയൊക്കെ ആയിട്ട് പോവുക പല ക്രിസ്ത്യാനികളുടെയും ആഘോഷങ്ങൾ. അവിടുന്ന് തിരിച്ച് പ്രാർത്ഥനയ്ക്ക് എവിടെ നമ്മൾ സമയം കണ്ടെത്തുന്നു? കല്യാണത്തിൻ്റെ തലേദിവസവും 2 ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പൊക്കെ പൈസ അനുസരിച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങി ആഘോഷം തുടങ്ങിയാണ്. ഈ ആഘോഷങ്ങളെല്ലാത്തിൻ്റെ അകത്തും മുൻപന്തിയിൽ നിൽക്കേണ്ട പ്രാർത്ഥനയ്ക്ക് എവിടെയാണ് സ്ഥാനമെന്ന് നമ്മളോട് ക്രിസ്തുവിൻ്റെ വചനം വെച്ച് ലൂക്കാസ് സുവിശേഷകനും അതുപോലെ സമാന്തര സുവിശേഷങ്ങളിലെല്ലാം ഇതുപോലെ തന്നെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. സുവിശേഷങ്ങളിലൂടെ നമ്മളോട് ചോദിക്കുകയാണ്, പ്രാർത്ഥനയ്ക്ക് നിൻ്റെ ജീവിതത്തിൽ എവിടെയാണ് സ്ഥാനം? നമ്മൾ
കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട ഒരു മേഖലയാണ്. നമുക്കറിയാവുന്ന പലരിലും ദൈവബോധമില്ലാതെ നഷ്ടപ്പെട്ടു പോയി. ദേവാലയമായിട്ട് അവർക്ക് ബന്ധമില്ല. ഇപ്പോൾ ദേവാലയത്തിന് കുറവൊന്നുമില്ല, ഇഷ്ടം പോലെ ദേവാലയം നമ്മുടെ നാട്ടിലുണ്ട്. ലോകത്തിൻ്റെ എവിടെ ചെന്നാലും ദേവാലയമുണ്ട്. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്ന ദുബായിൽ, UAE ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടുത്തെ ഭരണാധികാരികൾ നമുക്ക് ദേവാലയം നൽകിയിട്ടുണ്ട്, അനുവദിച്ച്. നമുക്ക് സുന്ദരമായിട്ട് പ്രാർത്ഥിക്കാനുള്ള എല്ലാ അവസരമുണ്ട്. നാട്ടിലാണെങ്കിൽ 2 കിലോമീറ്ററിനകത്ത് 2 പള്ളിയുണ്ട്. യൂറോപ്പിൽ എവിടെ ചെന്നാലും പള്ളിയുണ്ട്. ഓസ്ട്രേലിയയിൽ ചെന്നാൽ പള്ളിയുണ്ട്. എല്ലാ ഭൂഖണ്ഡത്തിലും പള്ളിക്കൊരു പഞ്ഞവും കാണില്ല. പക്ഷേ ഈ ദേവാലയത്തിലേക്ക് വരുന്ന ജനത്തിൻ്റെ പ്രാർത്ഥന, ദൈവജനം അവിടേക്ക് എങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? എനിക്കറിയാവുന്ന ഒരു കുടുംബം പള്ളിയായിട്ട് ബന്ധമില്ലെങ്കിൽ, ദേവാലയമായിട്ട് ഒരു ബന്ധവുമായിട്ട് പോകുന്നില്ലെങ്കിൽ, ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നില്ലെങ്കിൽ, നെഹമ്യായെ പോലെ ഇരുന്ന് കരഞ്ഞ് ഈ വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വങ്ങൾ എവിടെയുണ്ടിപ്പോൾ? കുറച്ച് പേരൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഭൂമി ഇങ്ങനെ നിലനിൽക്കുക. ഒത്തിരി പേര് ഉപവസിച്ചും കഠിന തപസ് ചെയ്തൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഓരോ മീഡിയയിലൂടെയൊക്കെ ഒരാൾക്ക് പ്രതിസന്ധി വന്നാൽ പെട്ടെന്ന് അത് ഷെയർ ചെയ്യുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരാൾക്ക് അപകടം വന്നാൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. പക്ഷേ ക്രിസ്ത്യാനികളെല്ലാവരും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു പറ്റത്തിൻ്റെ പണിയല്ല, ഒരു പ്രത്യേക ഗ്രൂപ്പുകാരുടെ പണിയല്ല ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞത്. ഈ ഒരു ക്രിസ്ത്യാനിയായി ക്രിസ്തുവിനെ അറിയുന്നുണ്ട്, നീ ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വചനപ്രഘോഷകൻ ഇന്ന് പറഞ്ഞതും നാളെ പറഞ്ഞതും അവരോട് ചിലപ്പം വൈരാഗ്യം ഉണ്ടെങ്കിൽ നീ ഇഷ്ടപ്പെടുകയില്ല, അത് പോട്ടെ. എല്ലാവർക്കും എല്ലാം റെഡിയായിട്ട് സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റില്ല. എല്ലാവർക്കും എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ട്, അതിനെ നിങ്ങൾ വിട്. എന്നാൽ സുവിശേഷം എഴുതിയ അപ്പസ്തോലന്മാർ, ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരാരും തെറ്റുകാരല്ല. അവരെഴുതി വെച്ചേക്കുന്ന സുവിശേഷം പരിശുദ്ധാത്മാവിനാൽ നിവേശിതമാണ്. അത് ക്രിസ്തു ജീവിച്ചതാണ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പിതാവായ ദൈവം പറഞ്ഞു കൊടുത്ത കാര്യം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് തർക്കമില്ലെങ്കിൽ ദയവായി എൻ്റെ ഡ്യൂട്ടി, ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ഡ്യൂട്ടിയുണ്ട്. സർവശക്തനായ പിതാവിനെയും പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമായ പിതാവിനെയും പുത്രനായ ക്രിസ്തുവിനെയും ഇന്ന് സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെയും അറിഞ്ഞ വ്യക്തിയാണ് ഞാനെങ്കിൽ അത് വേറൊരാളോട് പറയുവാനും ആ വ്യക്തിയിലൂടെ മറ്റുള്ളവരിലേക്ക് അത് പകരപ്പെടുവാനും അങ്ങനെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാനും പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി മാറാനും നമുക്ക് ആവശ്യമുണ്ട്. അതോടെ ഈ നിമിഷങ്ങളിലൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു വലിയ മേഖല, ഏലീശ പ്രവാചകനെ പോലെ, ഏലിയ പ്രവാചകനെ പോലെ, നെഹമ്യായെ പോലെ, എസക്കിയേലിനെ പോലെ, മോശയെ പോലെ, ദാനിയേലിനെ പോലെ, ദാവീദിനെ പോലെ, സെഫാനിയയെ പോലെ, ഹബക്കുക്കിനെ പോലെ പ്രവാചക ദൗത്യം കിട്ടിയ എല്ലാവരും ദൈവസന്നിധിയിൽ എങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചോ അതുപോലെ ഇന്ന് പ്രവാചക ദൗത്യം നൽകിയിരിക്കുന്ന ദൈവം തിരഞ്ഞെടുത്ത എനിക്കൊരു ഡ്യൂട്ടിയുണ്ട്. ദൈവമേ, ദൈവത്തെ അറിയാത്തവരറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പീഡിപ്പിക്കുന്നവർക്ക് മാനസാന്തരം ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയുടെ ജപമാലയ്ക്ക് വലിയ ശക്തിയുണ്ട്. സഭ അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാണ്. ഫൗസ്റ്റീനായിക്ക്, സിസ്റ്റർ വിശുദ്ധയായ ഫൗസ്റ്റീനായിക്ക് യേശുക്രിസ്തു പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണ്. നമുക്ക് അതിനെയൊക്കെ ഏറ്റുചൊല്ലി, അതിൻ്റെ ഇടയ്ക്ക് പലയിടത്തും ചിലപ്പോൾ അറിയത്തില്ലാത്തതുകൊണ്ടാകാം, അതിൻ്റെ ഇടയ്ക്ക് ചിലർ അതിൻ്റെ നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ അപ്പൻ്റെ മദ്യപാനം മാറുന്നതിന് വേണ്ടി കരുണക്കൊന്ത, അതിൻ്റെ അകത്ത് പ്രത്യേകം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ലോകം മുഴുവനും വേണ്ടിയുള്ള കരുണയ്ക്ക് വേണ്ടി മാത്രമാണ് ആ പ്രാർത്ഥന. അതിനിടയ്ക്ക് ഒരു നിയോഗവും ആവശ്യമില്ല. കാരണം ലോകം മുഴുവനെയും ഒന്നിച്ചു ചേർത്ത് അവരോട് കരുണ തോന്നണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ജപമാല എന്ന് പറയുന്ന വലിയ ആയുധമെടുത്ത് നമ്മൾ ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി, മിഷൻ പ്രവർത്തനങ്ങൾക്ക് ലോകം മുഴുവൻ പോയവർക്ക് വേണ്ടി, മീഡിയയിലൂടെ സുവിശേഷം പ്രഘോഷിക്കുന്നവർക്ക് വേണ്ടി, വചനവുമായിട്ട് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോയവർക്ക് വേണ്ടി, ഗാന ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി, ചെറുതും വലുതുമായ യേശുവിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി, ധ്യാന കേന്ദ്രങ്ങൾക്ക് വേണ്ടി, അനാഥർക്കും വിധവകൾക്കും വേണ്ടി, നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി, നമ്മൾ ജനിച്ചു വളർന്ന ഇടവകയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങളായ മറ്റു മതത്തിലുള്ള സർവ്വ കൂട്ടുകാരും ബന്ധുക്കളും നമ്മൾ അറിയുന്ന വ്യക്തികൾക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഒരു പർട്ടിക്കുലർ ഏരിയയായി മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരല്ല നമ്മുടെ പ്രാർത്ഥന. അതിനിപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കാം? ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്, 12 മണിക്കൂർ എനിക്ക് ജോലിയാണ്, വീട്ടിൽ വന്ന് ഭക്ഷണം ഉണ്ടാക്കണം, ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും? ചിലരൊക്കെ സംശയം ചോദിക്കാറുണ്ട്. എനിക്ക് ജപമാല തന്നെ ഞാൻ കഷ്ടിച്ചാൽ ചെല്ലുന്നത്, പിന്നെ ഞാൻ എവിടെയാണ് പ്രാർത്ഥിക്കാൻ? എനിക്ക് സാഹചര്യമില്ല. 10 മണിക്കൂറാണ് എൻ്റെ ഡ്യൂട്ടി. ഈ 10 മണിക്കൂർ കഴിഞ്ഞ് കുടുംബത്തിൽ വന്ന് വീട്ടിലെ പണിയും കൂടെ കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. നമ്മുടെ മനസ്സിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഇപ്പോൾ വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആ വണ്ടിയുടെ 2 വശങ്ങളിലും കാണുന്ന പ്രദേശങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ദൈവത്തോട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ മണ്ണിൽ ഇതുപോലെയൊക്കെ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. 2 വശത്തും പോകുന്ന വാഹനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആപത്തനർത്ഥങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കണമേ.
അതുപോലെ തന്നെ ജോലി സമയത്ത് പോലും നമ്മുടെ മനസ്സിൽ ഒരു മിനിറ്റ് ഫ്രീ കിട്ടുമ്പോൾ നമുക്ക് ഓർക്കാം നമ്മുടെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയൊക്കെ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷിക്കണേ. യുവജനങ്ങളെ ഓർത്ത് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം, കുഞ്ഞു മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന എന്ന് പറയുന്നത് യേശു അതുകൊണ്ടാണ് കർത്തൃ പ്രാർത്ഥനയിൽ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്ത് തുടങ്ങുന്നത് തന്നെ ഇതാണ്: സ്വർഗസ്ഥനായ പിതാവേ എന്ന് നിങ്ങൾ ഈ അപ്പനെ വിളിക്കാൻ പരുവത്തിന്, അബ്ബാ പിതാവേ എന്ന്. അവിടുത്തെ യഹൂദന്മാരുടെ മക്കൾ അപ്പനെ വിളിച്ചിരുന്നത് അബ്ബ എന്നാണ്. ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, നിങ്ങൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ പരുവത്തിന് നിങ്ങൾ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനെ അപ്പ എന്ന് വിളിക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കണം. അപ്പ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ ജീവിതം ഇതാണ്, ഞാൻ ഇന്ന കാര്യങ്ങളാണ് അപ്പ ആഗ്രഹിക്കുന്നത്, ഇന്നതാണ് എൻ്റെ അവസ്ഥ എന്ന് പറയാൻ പരുവത്തിന് നമ്മുടെ ബന്ധത്തെ കൂട്ടി ഇണക്കുന്ന വലിയ ശ്രേണിയായി, അത് ബലപ്പെടുത്തുന്ന ചങ്ങലയായി പ്രാർത്ഥനയെ മാറ്റണമെന്നാണ് ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന് കൃത്യമായിട്ട് തുടങ്ങുന്നത്. അല്ലെങ്കിൽ യേശുവിന് വേറെ എന്തെല്ലാം പദം ഉപയോഗിക്കാമായിരുന്നു അവിടെ പ്രാർത്ഥന പഠിപ്പിച്ച സമയത്ത്? സൃഷ്ടാവായ ദൈവമേന്നോ അല്ലെങ്കിൽ ഏറെ പല പല വാക്കുകൾ ഉപയോഗിക്കായിരുന്നു. പക്ഷേ സ്വർഗത്തിലേക്ക് നോക്കി, ഉന്നതങ്ങളിൽ നോക്കി എൻ്റെ പിതാവേ, എൻ്റെ അപ്പ എന്ന് വിളിക്കാൻ പരുവത്തിന് മനുഷ്യനെ വളർത്തുക, അപ്പസ്തോലന്മാരെ വളർത്തുക, ശിഷ്യന്മാരിലേക്ക് അത് പകരുക എന്ന് ക്രിസ്തു ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മലയിലേക്ക് പോയി ഉന്നതങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ ചിന്തയും മനസ്സുമെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ഉന്നതങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളും ഏകാഗ്രമായിട്ട് നമ്മൾ ഒരു പക്ഷേ ഇപ്പോൾ ഇത് കേൾക്കുമ്പം നിങ്ങളിൽ പലരും ഒന്ന് ചിന്തിച്ച് നോക്കി, സമാധാനത്തോടെ ഇരുന്ന് ഈ ബഹളത്തിൻ്റെ ഇടയ്ക്കൊന്നും അല്ലാതെ ഏലിയ കാർമൽമലയിൽ ദൈവത്തിൻ്റെ മൃദുസ്വരം കേട്ടതുപോലെ സമാധാനത്തിൽ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അമ്മമാർക്കൊക്കെയാണെങ്കിൽ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് എന്തെല്ലാം നന്നായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും പോയി വീട്ടിൽ നിന്ന് പോയി ജോലിക്കൊക്കെ പോയി ഒരു 2 മണിക്കൂർ ഫ്രീ ടൈം പണിയൊക്കെ കഴിയുമ്പോൾ കിട്ടുമ്പോൾ സർവ്വ കഥവും അടച്ച മൊബൈലും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് സമാധാനത്തിൽ ഒരു 10 മിനിറ്റ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന പോലെ ഒന്ന് ശാന്തമായി ഇരുന്ന് ദൈവസന്നിധിയിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയോ ഈശോയുടെ ഒരു രൂപത്തിൻ്റെ മുന്നിലോട്ട് ഇരുന്നിട്ട് സ്വസ്ഥമായിട്ട് ആ ദൈവ സാന്നിധ്യം ഒന്ന് അനുഭവിച്ച് ശാന്തമായി കഥകടച്ച് മനസ്സിൻ്റെ കഥക് മുഴുവൻ ഒന്ന് അടച്ച് സർവ്വ സംവിധാനങ്ങളെയും കുറച്ച് സമയത്തേനൊന്ന് മനസ്സിൽ നിന്ന് വിട്ടിട്ട് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, തകരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, തകരുന്ന യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സമാധാനം നിറഞ്ഞ ജീവിതം ഞങ്ങളുടെ ജീവിതം നയിക്കാനുള്ള അവസ്ഥ തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മയോട് അതിനുവേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അതിനൊക്കെ വലിയ കൃപയും സാന്നിധ്യവും നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. 11-ാം അധ്യായത്തിലെ കർത്തൃപ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷേ പ്രത്യേകം നമ്മൾ ചിന്തിക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത് ഇന്ന് വേണ്ട കൃപ എനിക്ക് തരണമേ, ഇന്ന് വേണ്ട അപ്പം എനിക്ക് തരണമേ, ഇന്നത്തെ ജീവിതം എൻ്റെ അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു, അത് കൃത്യമായിട്ടൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കൃപ എനിക്ക് തരണമേ എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷം 14:23 പറയുകയാണ്, യേശു ഏകാന്തതയിൽ പ്രാർത്ഥിച്ചു. മത്തായി 14:23. 1 രാജാക്കന്മാർ 18:42 ഏലിയ കാർമൽമലയിൽ ഏകാന്തതയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. നെഹമിയ ആത്മദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ് ദൈവജനത്തിന് വേണ്ടി. അതുപോലെ യോഹന്നാൻ 17:1 യേശു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17:1 യേശു എല്ലാവർക്കും വേണ്ടി. യേശു തന്ന മാതൃകയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പസ്തോലന്മാർ കാണിച്ച മാതൃകയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ആ അവസ്ഥയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ സർവ്വ ആഘോഷങ്ങളും പ്രാർത്ഥനകളും എല്ലാം നടക്കുന്നതിൻ്റെ കൂടെ തന്നെ സമാധാനത്തോടെ ഏകാന്തതയിലിരുന്ന് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ കടപ്പെട്ടിരിക്കുന്നു. അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. ഒരു 3-4 ദിവസം അടുപ്പിച്ച് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അവിടെയാണ് സത്യത്തിൽ ദൈവത്തിൻ്റെ സ്വരം ഏലിയ കേട്ട പോലെ കേൾക്കാൻ പറ്റുക. ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് ശാന്തമായി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങണം. ലൂക്കാ 10:38 മർത്തായുടെയും മറിയത്തിൻ്റെയും കാര്യത്തിൽ ക്രിസ്തു കൃത്യമായിട്ട് അത് പറഞ്ഞു തരുന്നുണ്ട്. മർത്ത ബഹളത്തിനായിപ്പോയി, മറിയം സത്യം തിരഞ്ഞെടുത്തു. എങ്ങനെയാണ്? ശാന്തമായി ക്രിസ്തുവിൻ്റെ അടുത്ത് ഇരുന്ന് വചനം കേൾക്കുക, യേശുവിനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അത് മറിയത്തിനെ പറ്റിയുള്ളൂ. മർത്ത ബഹളത്തിലായിരുന്നു. പലരും ലോകത്തിലിപ്പോൾ മർത്താമാരായി മാറിക്കൊണ്ടിരിക്കുക. മൊത്തത്തിൽ ബഹള, സമാധാനം എന്ന് പറയുന്ന സംഭവമേ അവർക്ക് അറിയത്തില്ല. ഈ അടുത്ത കാലത്ത് ഏറെ ചിന്തിപ്പിക്കുകയും പല കാലഘട്ടങ്ങളായി ഇത് കേൾക്കുകയും ചെയ്യുന്ന ഒരാശയം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
അതായത് കർത്താവ് ഞാൻ 10 പേര് കൂടി ഇരിക്കുന്നിടത്ത് ഒരു സാക്ഷ്യം പോലെയൊക്കെ പറയുന്നതാണ് സന്തോഷം കൊണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് എന്നെ ദൈവം രക്ഷിച്ച അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നന്ദി പറയുകയാണ്. കാരണം ഞാൻ ഈ വഴിക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് അപകടം വന്നേനെ, ആ ബസ്സേ കയറിയായിരുന്നെങ്കിൽ എനിക്ക് അപകടം വന്നേനെ, അത് കഴിഞ്ഞുള്ള ബസ്സാണ് എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ആ വണ്ടി അന്ന് ഞാനല്ല ഓടിച്ചത്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, എൻ്റെ കൂട്ടുകാരനെ എടുത്തുകൊണ്ട് പോയി അവനും ഇടിച്ചു. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചിലർ കോട്ട് ചെയ്ത് പറയുന്ന ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു പക്ഷേ അവരുടെ ദൈവത്തോടുള്ള നന്ദിക്ക് വേണ്ടി പറയുന്നതാണ്. എന്നാൽ നമ്മളെപ്പോഴും ഓർക്കുക, നമുക്ക് മുന്നേ പോയ ബസ് ഇടിച്ചു, അതിൽ ഇരുന്നവർക്കെല്ലാം പരിക്ക് പറ്റി, കാലും കൈ ഒടിഞ്ഞു. നമ്മൾ അതിന് തൊട്ട് പുറകിലത്തെ ബസ്സിൽ കയറുന്നത് കൊണ്ട് നമുക്ക് വണ്ടി ഇടിച്ചില്ല, നമുക്ക് അപകടം ഉണ്ടായില്ല. അത് ഒരു സൈഡിൽ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള അല്ല നമ്മുടെ പേഴ്സണലായിട്ടുള്ള നന്മയാണ്. എന്നാൽ ആ മറ്റേ ബസ്സിലിരിക്കുന്നവരെല്ലാം പ്രശ്നക്കാരായിട്ടോ അവരെ ദൈവം ശിക്ഷിച്ചത് കൊണ്ടോ അല്ല ആ ബസ് ഇടിച്ചത്. അപ്പോൾ ആ ബസ്സിലിരിക്കുന്നവരെല്ലാവരും പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആശയം നെഗറ്റീവായിട്ട് കൊള്ളാം. അതുകൊണ്ട് ദയവായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അനേകം പേര് രോഗികളായിരുന്നപ്പോൾ എന്നെ രോഗിയാകാത്തതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നതല്ല. ആ രോഗികളിൽ ക്രിസ്തു എന്ത് ഉദ്ദേശിക്കുന്നു നമുക്കറിയില്ലാത്തതുകൊണ്ട്, പരിശുദ്ധമായ ദൈവസാന്നിധ്യം അവരിലുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. കാരണം ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അൽഫോൻസാമ്മ. കുർബാന സ്വീകരിക്കാൻ പോലും പറ്റാത്ത വിധം രോഗിയായിരുന്നു. അൽഫോൻസായെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സഹനത്തിൻ്റെ സർവ്വ തീച്ചൂളയിൽ നിന്നും വലിയ സാക്ഷ്യം കിട്ടാൻ വേണ്ടി ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ കാണണമായിരുന്നു? അപ്പോൾ ഇത് തന്നെയാകാം ചിലപ്പോൾ ചില രോഗികളുടെ അവസ്ഥ. അപ്പോൾ അനേകർ രോഗിയായപ്പോൾ എന്നെ രോഗിയാക്കാത്തതിൽ നന്ദി പറയണ്ട. ഈ അനേകരായ രോഗികളെ ഓർത്ത് ദൈവമേ ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് എനിക്കിവിടം വരെ ആയുസ്സും ആരോഗ്യം നൽകിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു, അത് പറയാം. എന്നാൽ അവരെ താഴ്ത്തുന്ന ഒരു പ്രാർത്ഥനയും നമ്മളെ രക്ഷപ്പെടുത്തിയ ദൈവത്തിനെ സ്തുതിക്കുന്ന പ്രാർത്ഥനയും അത് പരിസയ മനോഭാവമാണ്. അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, ഏത് അവസ്ഥയിലായിരിക്കുന്ന ഒരു മനുഷ്യൻ അവനെ അവിടുന്ന് കാണുന്നു, അവിടുന്നാണ് അവൻ്റെ രക്ഷ. അവനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടബാധ്യത കൊണ്ട് മുങ്ങിത്താഴുന്നവനായിരിക്കും. അവനെല്ലാവരും മുങ്ങിത്താഴുമ്പോൾ എനിക്ക് ഇഷ്ടം പോലെ പൈസ പണം തന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുമെന്ന് പറയണ്ട. ആ കടത്തിൽ നിന്ന് അവനെ രക്ഷിക്കാൻ പറ്റുന്നൊരു ദൈവം അവൻ്റെ കൂടെ കാണും. ഇല്ലെങ്കിൽ അവന് വിവേകത്തോടെ ജീവിക്കാത്തതുകൊണ്ടായിരിക്കും അവനൊരു പാഠം കൊടുത്തിട്ട് ദൈവം തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അറിയാതെ വേറെ ആരെയും താഴ്ത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട. അവരെ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഏറ്റുപറഞ്ഞ് സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തികളായി നമുക്ക് മാറാം. യേശുവിൻ്റെ മനോഭാവം നമുക്ക് ഈ നിമിഷങ്ങളിൽ ഒരു നിമിഷം ധ്യാനാത്മകമായി നമുക്ക് കടന്നു പോകാം. മറ്റുള്ളവർക്ക് വേണ്ടി അനേകം പ്രാർത്ഥനകൾ വാഗ്ദാനം ചെയ്ത് അവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന മനുഷ്യരായി നമുക്ക് മാറാൻ സാധിക്കട്ടെ. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച ക്രിസ്തുവിൻ്റെ ആ മനോഭാവം, മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന മനോഭാവം നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയുടെയും വലിയൊരു അനുഭവമായി മാറട്ടെ. അപ്പോഴാണ് ദൈവപുത്രസ്ഥാനം. യോർദാനിൽ ക്രിസ്തു പ്രാർത്ഥിച്ചപ്പോഴാണ് സ്വരം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. രൂപാന്തരീകരണ സമയത്ത് യേശു പ്രാർത്ഥിച്ചപ്പോഴാണ് സ്വരം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. കുരിശിൽ കിടന്ന് ക്രിസ്തു പ്രാർത്ഥിച്ചപ്പോഴാണ് ലോകത്തിൻ്റെ രക്ഷ. അങ്ങനെ ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ കടന്നു വരാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥനയിൽ എങ്ങനെ ആഴപ്പെടാമെന്നും പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്നും ഇന്നത്തെ വചനത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ബോധ്യമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ കാണാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.ua@gmail.com